നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AK ശശീന്ദ്രനും താനും മത്സരിക്കുമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ്. ഇക്കാര്യം ശരത് പവാർ തന്നെ ആവശ്യപ്പെട്ടു. നിലവിലെ MLA മാർ തുടരും. NCPയിൽ തർക്കങ്ങൾ ഇല്ലെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനം ശശീന്ദ്രൻ തന്നെ മത്സരിക്കുന്നുള്ളതാണ്. കുട്ടനാട് ശശീന്ദ്രനോടാണ് കുട്ടനാട് തോമസ് കെ തോമസ് മത്സരിക്കുന്നത്. അതാ പറഞ്ഞ കുട്ടനാട്ടിലും എലത്തൂരും ആരാണ് നിലവിലെ MLA മാർ, അവർ കണ്ടിന്യൂ ചെയ്യും. പവാർജി ഇങ്ങോട്ടാണ് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, പല ഡിസ്പ്യൂട്ടും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുമാണ് മത്സരിക്കുന്നത്. കോട്ടക്കൽ സീറ്റാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരാളെ വേണ്ട. തർക്കങ്ങൾ പവാർജിക്കില്ല, സംസ്ഥാന പ്രസിഡന്റിനും ഇല്ല, പിന്നെ ആർക്കാ തർക്കം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, മുംബൈക്ക് വിളിപ്പിച്ചതായിരുന്നുവല്ലോ നേതാക്കളെ, ഈ ചർച്ച മറ്റൊരു വിഷയത്തിലും ഇല്ലായിരുന്നു ശ്രീനാഥ്? ഉന്മേഷ്, 3 വിഷയങ്ങളാണ് പ്രധാനമായും ഈ നേതാക്കളെ മുംബൈയിലേക്ക് വിളിപ്പിക്കുന്നതിന് കാരണമായത്. ഒന്നാമത്തേത് AK ശശീന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി എലത്തൂരിൽ മത്സരിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. അത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ തന്നെ അത്തരം ഒരു വിമർശനം മുന്നോട്ട് വെച്ച സാഹചര്യമുണ്ട്. രണ്ടാമത്തേത് കുട്ടനാട് സീറ്റ് LDF-ൽ CPIM-ന് നൽകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ പാർട്ടിയുടെ നിലപാട് എന്താകും? മൂന്നാമത്തേത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടിയിൽ അതിൽ നേതൃത്വത്തിൽ എന്തെങ്കിലും തരത്തിൽ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ടായിരുന്നു. അതിൽ 2 കാര്യങ്ങൾ വ്യക്തത ഇപ്പോൾ വരുന്നു. ഏതായാലും AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഇത്തവണയും മത്സരിക്കും, അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് തന്നെ പറയുന്നത്. അത് ശരത് പവാർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എലത്തൂരിൽ AK ശശീന്ദ്രനും കുട്ടനാട്ടിൽ തോമസ് കെ തോമസും മത്സരിക്കും. ഒപ്പം തന്നെ കോട്ടക്കലിൽ ആര് സ്ഥാനാർത്ഥിയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനിയൊരു ആലോചന ഉണ്ടാവുക എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് ചർച്ച പോയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ വിഷയങ്ങളൊക്കെ തന്നെ AK ശശീന്ദ്രൻ കാര്യമായ പ്രതികരണത്തിന് ഇന്ന് തയ്യാറായതുമില്ല. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.